ചിന്തിനി ഒരുപാട് എക്സ്പെക്ട് നമ്മുടെ പ്രൊമോഷനൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ ഉടനെ പ്രേക്ഷകരിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷിച്ച് കുറച്ച് ഡിലേ ആയതായിരുന്നു. അപ്പൊ അതിനിടയ്ക്കാണ് ഫ്രണ്ട്സ് എല്ലാം വന്നത്. അപ്പം എത്രത്തോളം എക്സ്പെക്ടേഷൻ, കാരണം ചിന്തിനിയുടെ കൂടെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പം എങ്ങനെ ഏത് വിജയിക്കുന്നുള്ള പേടിയുണ്ടോ? എനിക്കതൊരു ജീവിതത്തിൽ ഒന്നിനെ കുറിച്ച് ഒരു പേടിയില്ല. അതായത് സംഭവിക്കാനുള്ളത് സംഭവിക്കും, സംഭവിച്ചാൽ തീരും, അത് സംഭവിച്ചിരിക്കും എന്ന് ഭഗവത്ഗീതയുടെ ആപ്തവാക്യമാണ് എൻ്റെ. അപ്പോൾ ഇത് ചോദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യമല്ല, അവൻ ചോദിക്കുന്നതിനൊപ്പം ഒരു കാര്യം കൂടെ പറയാൻ. അമിത് തന്നെ പറഞ്ഞു, ഈ അമിതിന്റെ അതായത് ആദ്യത്തെ ഷോട്ട് തൊട്ട് അതുകൊണ്ട് ലാസ്റ്റ് വരെ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അമിത്. പക്ഷെ ഇത്രയും അതായത് വളരെ വ്യത്യസ്തങ്ങളായ ഒരുപാട് ഭാവങ്ങൾ റൊമാൻറ്റിക് നായകനാണ് അതിനകത്ത്. ഇതിനു മുമ്പ് ഒരിക്കലും ഒന്നിലും കാണാത്ത രീതിയിലുള്ള അഭിനയം. ഇത് കണ്ടവരൊക്കെ ഇത് എന്ത് ഇതായിരിക്കുന്നു എന്ന് പറയുന്നതാണ്. മറ്റുള്ള പലതിൽ നിന്നും അത് നമുക്കതൊരു വലിയ ഇതാണ്. കാരണം ഒരു നായകൻ ത്രോട്ടുള്ള ഒരു നായകന്. അതുപോലെ തന്നെ ഇതിനോ ഈ മോഹനൊക്കെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ അത് തെളിയിച്ചതാണ്. അതേപോലെ തന്നെ കാരണം ഇതിലും അതിനേക്കാൾ ഒത്തിരിയുടെ എന്താ പറയുന്നത് ആഴത്തിലുള്ള റോളാണ്. പിന്നെ ഇവര് രണ്ടുപേരും തീർച്ചയായിട്ടും അതേപോലെ തന്നെ പിന്നെ മാരുതി ആയാലും രണ്ടുപേരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതിന്റെ എല്ലാ സാങ്കേതികമായ ജോലികൾ ചെയ്തിട്ടുള്ള ഓരോരുത്തരും നമ്മുടെ രതീഷ്ണമായാലും ജോൺകുട്ടിയായാലും കഥകളാണ്. ഇപ്പൊ ആദ്യം അദ്ദേഹത്തിന് ആദ്യം തന്നെ നല്ല എഴുതി എന്റെ കൊണ്ട് കേൾപ്പിച്ചു. പിന്നെ ഉത്തരവാദിത്തം എന്റെ മോളുണ്ട്. അപ്പോ അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നു. പിന്നെ ബാക്കിയുള്ള അതിനകത്ത് നമ്മളിപ്പോ രഞ്ജന്റെ ഈ മ്യൂസിക്കിനെ കുറിച്ച് പ്രത്യേകത്ത് പറയുന്നതാണ്. അദ്ദേഹം ഈ ഇപ്പൊ ശൈലന്തി എന്നൊക്കെ പറയുന്നതൊക്കെ എന്ന് പറയുന്നത് വളരെ എന്താ പറയുന്ന ഒരു നമുക്ക് ഒരുപക്ഷെ എനിക്ക് എങ്കിലും തോന്നിയിട്ടുണ്ട് അതിശയകരം തോന്നുന്ന രീതിയിൽ അതിന്റെ ലിറിക്സ് അതുപോലെയാണ്. സന്തോഷ സാംസ്കൃതിലാണ് അതായത് എഴുതിയിരിക്കുന്നത്. അതായത് മലയാളത്തോട് വളരെയധികം സാമ്യമുള്ള അതാണ്. അത് വളരെ ഭംഗിയായിട്ട് രീതി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാടിയിരിക്കുന്നവരെല്ലാം തന്നെ ഇതിനകത്ത് ഞാൻ പണ്ട് എഴുതാറുള്ളത് ഒരു പാട്ടുണ്ട്, രണ്ട് പാട്ടുണ്ടായിരുന്നു. അതൊരു പാട്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാറ്റി വയ്ക്കേണ്ടി വന്നില്ല. അപ്പൊ അതുപോലെ തന്നെ പിന്നെ ബാക്കി ഇതിനകത്തുള്ള ഓരോ സാങ്കേതിക വിഭാഗം കൈകാര്യം ചെയ്യുന്നവരാരും അതുപോലെ തന്നെ മറ്റ് ആക്ടേഴ്സുകൊണ്ട് എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാൻ ശ്രമിക്കുമായിരുന്നു ഞാൻ. അപ്പൊ അതുകൊണ്ട് എല്ലാ അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ആറായിരം മറ്റു അത് എല്ലാം ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട രീതിയിൽ അവര് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതുകൊണ്ട് മാത്രം എനിക്കറിയാം. പിന്നെ നമ്മുടെ ഈ മാറ്റി വെച്ചു എന്ന് പറയുന്നത് രണ്ട് കാരണമാണ്. ഒന്ന് വയനാട് ദുരന്തം, പിന്നെ സത്യം പറഞ്ഞാൽ ഞാനൊന്നും മറന്നുള്ളൂ. അതാണ് ഒരു കാര്യം. മറിഞ്ഞു വീണു. അതുകൊണ്ട് ഇപ്പോ ഈ പറഞ്ഞ മറിഞ്ഞു വീണ സമയത്ത് അവരോട് പറയാൻ അത്ര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പോ എല്ലാം നോർമൽ ആയതുകൊണ്ട് ഇപ്പൊ പറയാനൊരു സന്തോഷമുണ്ട്. അതായിരുന്നു എന്റെ മെയിൻ കാര്യം. അപ്പൊ അന്ന് പിന്നെ എന്താ പറയുന്നത് റിലീസ് ചെയ്തിരുന്നത് എന്നെന്തോ ഒരു ഉൾവിളി എവിടെ ഒന്നോ ഉണ്ടായതിന്റെ പേരിലായിരിക്കണം അതിങ്ങനെ സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇതിന് തന്നെ കാര്യം ചോദിച്ചത് എനിക്കിതിനെക്കുറിച്ച് യാതൊരു ഇതിനും ആശങ്കയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തെളിയിച്ചുകൊണ്ടിരുന്നതാണ്. അതിനും ഞാൻ വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിയില്ല എന്ത്. പക്ഷെ നിങ്ങളൊക്കെ തന്നെ പോയി കണ്ട് അതിന്റെ സത്യസന്ധമായി എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുകയല്ല, തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അതാണ് എന്റെ ആത്മാർത്ഥമായ അപേക്ഷ. ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളായാലും എപ്പോഴും ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ആക്ടറുടെ ഫീൽ ചെയ്യുന്നുണ്ട്. ചിന്തിനിയിലെല്ലാം ട്രെയിലർ നോക്കിയാൽ നമുക്കറിയാം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ, പോലീസ് കഥാപാത്രം ഇതിനിപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ആ കഥാപാത്രം ചെയ്യുന്ന സമയത്ത്. എങ്ങനെയുണ്ട് വിജയൻ സാറിന് ഒരു ലെജൻഡിന്റെ കൂടെ വർക്ക് ചെയ്തത്? ഒരു കഥാപാത്രം ഫസ്റ്റ് ഇങ്ങനെ മൈൻഡിലേക്ക് വന്ന സമയത്ത് എന്താ കണ്ടത്? വർക്ക് ചെയ്യുമ്പോൾ ഒരു വേറൊരു ഞാൻ ഇതിനു മുമ്പ് ചെയ്തേക്കുന്ന കുറച്ച് സിനിമകളിൽ നിന്നുള്ള വ്യത്യാസം ഫീൽ ചെയ്തു. മറ്റേ മൂവികളിൽ ചിലപ്പോൾ നമ്മുടേതായിട്ടുള്ള ശൈലികളിൽ സിറ്റുവേഷനിൽ
നമുക്കൊരു ഡയലോഗ്സോ അല്ലെങ്കിൽ നമ്മളുടെ ആ സിറ്റുവേഷനിൽ ചിന്തിക്കുന്ന കുറച്ച് ഇൻപുട്സ് അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നു പോകും. പക്ഷെ സാർ ആ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. കാര്യം അദ്ദേഹം ഇരുന്ന് എഴുതിയ ക്യാരക്ടറിന് സംസാര ശൈലി അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന വാക്കിന് പുള്ളിയുടെ ഉള്ളിൽ ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പൊ അറിയാതെ നമ്മൾ ഉള്ളിൽ നിന്ന് വന്നു പോകും. അപ്പൊ അറിയാതെ വന്നു പോകുമ്പോഴായാലും സാർ അത് കറക്റ്റ് ചെയ്യും. അല്ലെ, ഞാൻ എഴുതി വെച്ചേക്കുന്നത് ഇന്ന അർത്ഥത്തിൽ ഇന്നതിന് വേണ്ടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് സാർ ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തത്. കായംകുളം കൊച്ചുണ്ടെങ്കിൽ വർക്ക് ചെയ്ത സമയം അതിനും ഇതേപോലെ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്ന വ്യക്തികളുടെ എഗ്രിമെന്റ് ഉണ്ട് വിത്ത് ഡയറക്ടർ, മാറ്റാൻ പാടില്ലെന്ന് പറഞ്ഞു. അത് സിങ്സോടും കൂടിയായിരുന്നു. രണ്ടാമത് ഞാൻ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്. കാര്യം നമ്മൾ പറയുന്ന ഡയലോഗ്സ് റൈറ്റ് ചെയ്തേക്കുന്ന ആൾ പറഞ്ഞതിന് ഒരു നിമിഷം ഒരു കാര്യം പോലും മാറ്റാൻ പാടില്ല. പക്ഷെ അത് ആ ക്യാരക്ടർ അത് പറയുമ്പോഴാണ് കറക്റ്റ് ആവുന്നത്. സത്യമാണത്. കാര്യം അദ്ദേഹം എഴുതി വെച്ചേക്കുന്നത് അദ്ദേഹം കണ്ടേക്കുന്ന ഒരു ക്യാരക്ടറിന് എഡ്ജ് സാധനം അദ്ദേഹത്തിന് അറിയുള്ളൂ. പക്ഷെ അപ്പൊ ആദ്യം അത് എനിക്ക് കോപ്പി ചെയ്തിട്ട് പാടായിരുന്നു. അപ്പൊ അത് പക്ഷെ പതിയെ അതിലോട്ട് ആവും പറ്റിയിരുന്നു. ആ വ്യത്യാസം തോന്നിയതും എനിക്ക് തോന്നുന്നു ആ സാറ് ബിൽഡ് ചെയ്ത ഒരു ഡിഫറൻസ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞത് ഒരു പേടിയില്ലാത്ത മനുഷ്യനാണ്. ഒരു കാര്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം വരുമെന്നോ അല്ലെങ്കിൽ ഭൂമി രണ്ടായിട്ട് പിളർന്നു വരുമെന്ന് പറഞ്ഞാൽ ഒരു പേടിയില്ല. സാറിന് ശരിക്കും യങ് ജനറേഷൻസിന് പല ആൾക്കാർക്ക് ഒരു എക്സാമ്പിൾ തന്നെയാണ്. ഒരു പേടിയില്ല. പ്രശ്നം ചെറിയ വീഴ്ചയൊന്നല്ല വരുന്നത്. അതായത് അത്യാവശ്യം ഒരു സർജറി ചെയ്യേണ്ട വന്നു. ആ സർജറി ചെയ്തിട്ട് പോലും ആവുന്ന ഒരു പ്രശ്നമല്ല. നമ്മൾക്ക് ടെൻഷൻ. കാര്യം ചിത്തിനി സാറിന്റെ ട്രീറ്റ്മെന്റ് അത് സാറിന്റെ റിലീസിന്റെ സമയത്ത് സാറില്ലെങ്കിൽ അത് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. സാറിന്റെ സമയത്ത് സാറിന് അത് ഫുൾ സ്വിംഗ് ആയിട്ട് നിന്ന് തന്നെ റിലീസ് ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഡ്രീമാണ്. അപ്പൊ അതിന്റെ കൂടെ ഇനിയിപ്പോ ആര് സിനിമ ഇറക്കിയാലും അത് വിജയിക്കോ തോക്കോ എന്ന് പേടിയില്ലാത്തവരെ പിന്നെ എന്ത് പറഞ്ഞ് പേടിപ്പിക്കും? ഒന്നും പറഞ്ഞ് പേടിപ്പിക്കാനില്ല. അപ്പൊ അദ്ദേഹത്തിന് അത് പ്രശ്നമല്ല. അപ്പൊ നമ്മള് പറയാണ് സാറേ കൂടെ മറ്റേ പടം ഈ പടം എന്ന് പറയുമ്പോൾ പൈസ മുടക്കി പിടിച്ചേക്കുന്ന സ്വപ്നം കാണാൻ കണ്ടു വന്നേക്കുന്നവന് പേടിയില്ല. പിന്നെ നമുക്ക് ഇരട്ടി പവറുണ്ട്. ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഈസ് എ പേഴ്സൺ ലൈക്ക് ദാറ്റ്. കാര്യം അത് ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പം ഹൊറർ സിനിമകൾ ഇന്ത്യയിൽ മൊത്തം ചർച്ചയാവുന്നതും അല്ലെങ്കിൽ ആളുകൾ കാണുന്നതും ആ സിനിമകൾക്ക് അതിന്റെ ടെറൈൻ തന്നെ ഡിഫൈൻ ആവുന്ന കുറച്ച് സിനിമകളാണ് വർക്ക് ആയിട്ടുള്ളത്. ബ്രഹ്മയുഗം എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ വേൾഡ് ഉണ്ട്. അല്ലെങ്കിൽ കാന്താര എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ വേൾഡ് ഉണ്ട്. തുമ്പാട് റിലീസ് ചെയ്ത ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന കാരണം അവിടെ തുമ്പാടിന് വേൾഡ് ഉണ്ട്. സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആളുകൾ അതിനെ റിസീവ് ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു ഡിഫൈനിങ് ടെറൈൻ ഉണ്ടോ? ബ്രോ ചോദിച്ച പോലെ ഇന്ന് പ്രത്യേകിച്ച് നമ്മളൊരു പ്രേക്ഷകനായിട്ട് സിനിമ കാണുമ്പോൾ പണ്ടത്തെ രീതിയിലല്ല ഇന്ന് ഹൊറർ മൂവിയുടെ ട്രീറ്റ്മെന്റ് അങ്ങനെയല്ല. നമ്മളെ ഒരു ക്യാരക്ടറായിട്ടോ അല്ലെങ്കിൽ ആ ടെറൈനിൽ വിശ്വസിപ്പിക്കും. ടോട്ടലി നമ്മൾ അവിടെ ചെന്ന് നിന്നിട്ടാണ് പിന്നെ സിനിമ കാണുന്നത്. അവിടുത്തെ പ്രശ്നങ്ങളും അവിടുത്തെ ഇമോഷൻ നമ്മുടേതാവും. അവരവിടെ കൊണ്ടുപോയാണ് നമ്മളെ ഇട്ട് പണി നടക്കുന്നത്. ഈ ചിത്രയിൽ എനിക്കും ഫീൽ ചെയ്തത് വെച്ചാൽ ഒന്ന്, ഞാൻ ഹൊറർ സിനിമ എന്ന് പറഞ്ഞ് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ മനസ്സിൽ ആ ഒരു ക്യാരക്ടർ മേ ബി പ്ലേ ചെയ്യുന്ന ആ ഒരു അമാനുഷികത ക്യാരക്ടറിനൊരു സ്കെച്ച് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു പടം ഉണ്ടാവും. അങ്ങനെയല്ല, സാറിന്റെ രീതിയിലുള്ളൊരു വേർഷൻ ഓഫ് ചിത്തിനിയാണ്. ഞാനത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഹി ബ്രേക്ക് മൈ എക്സ്പെക്ടേഷൻ. ഇതിന്റെ ടെറൈൻ ബ്രോ ചോദിച്ച പോലെ ഉറപ്പായിട്ടും. കാര്യം ചിത്തിനി എന്ന് പറയുന്ന ആ ക്യാരക്ടർ നിൽക്കുന്ന സ്ഥലം തൊട്ട് അതിനെ റിവോൾവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സും എല്ലാത്തിനും അത് അതിൻ്റെതായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. പക്ഷെ എന്ന് എനിക്ക് ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്തൊന്ന്, ഹി ഈസ് എ പേഴ്സൺ ഹു വാണ്ട് ടു കാറ്റർ ഫാമിലി ഓഡിയൻസിനെ കാറ്റർ. അപ്പൊ നമ്മൾ പൊതുവെ ചിലപ്പോൾ ഈ ട്രെയിലറിൽ ശ്രദ്ധിച്ചാൽ അറിയാം, പേടിപ്പിക്കുന്ന രൂപങ്ങള് അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന എക്സ്ട്രാ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരു ഫാമിലി ആയിട്ട് വന്നിരുന്നാലും കുറെ സബ്ജക്റ്റിനെ എന്ത് സിമ്പിൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതാണ് എക്സിക്യൂട്ട് ചെയ്തത്. എനിക്ക് ഫീൽ ചെയ്തല്ലോ. ഞാൻ പടം ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ പിന്നെ ടെക്നിക്കലി ക്യാമറ ചെയ്തിരിക്കുന്ന എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, മ്യൂസിക്, സൗണ്ട് എല്ലാം നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ ആവും. VFX ആവശ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. അത് നല്ല ടീമിനെ വെച്ച് തന്നെ ചെയ്തിരിക്കുന്നത് ആൻഡ് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എന്റെ പ്രതീക്ഷ.